ഞാൻ ഇന്നലെയാണ് ആട് 3 കാണുന്നത്. ദേറ സിറ്റി സെന്ററിൽ വെച്ചിട്ടാണ് പടം കാണുന്നത് ദുബായിൽ. ഇന്നലെ മാത്രം ദേറ സിറ്റി സെന്ററിൽ 20 ഷോ ആണ് ആട് 3 ഉണ്ടായിരുന്നത്. അതിൽ ഒട്ടുമിക്ക എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ആളുകൾ ഈ സിനിമയെ സ്വീകരിക്കുന്നുണ്ട്. മിഥുൻ മാനുവൽ തോമസ് ഒരു പീരിയോഡിക് സിനിമ ഇൻഡിവിജ്വലി ചെയ്യുകയാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ട് ചെയ്യാൻ കാലിബർ ഉള്ള ഒരാളാണെന്നുള്ളത് ഈ സിനിമയോടെ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ജയസൂര്യ, മെയിൻ ഫാക്ടർ ഷാജി പാപ്പൻ, 2015 വന്ന ഷാജി പാപ്പൻ, പിന്നീട് 2017 വന്നു, ഇപ്പൊ 2026 ഷാജി പാപ്പൻ ടീമും വന്നിരിക്കുന്നത്. ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു കഥാപാത്രം വരുമ്പോൾ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ട് തന്നെയാണ്. ഒബ്വിയസ്ലി ജയസൂര്യ ഒരു ഗംഭീര നടനാണ്. അദ്ദേഹം ഈ സിനിമയിൽ തമാശകൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. അടിപൊളിയാണ്. മൈന്യൂട്ടായിട്ടാണ് ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ കത്തനാർ മൂവിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറെ നാളായി ബിഗ് സ്ക്രീനിൽ ജയസൂര്യയെ കാണാൻ സാധിച്ചിട്ട്. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം വിനായകൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. അപ്പൊ ഡ്യൂഡ് വീണ്ടും വരുമ്പം അതും തകർത്ത് നമ്മളെ രസിപ്പിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അറക്കലബു ആണെങ്കിലും ശരി, ഇന്ദ്രൻ സാറിന്റെ കഥാപാത്രം PP ശശി, നമുക്കറിയാം ആരെയാണ് കൂടുതലും അത് റിസംബിൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. മാനറിസംസ് ഒക്കെ വെച്ചിട്ട് അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കഥാപാത്രം കേട്ടോ എല്ലാവർക്കും അറിയാലോ. ആട് ഫ്രാഞ്ചൈസിൽ നമുക്കറിയാം ഓരോ ക്യാരക്ടറിനും അവരുടേതായ ഇൻട്രോ ഉണ്ട്, BGM ഉണ്ട്. ഷാൻ റഹ്മാന്റെ ആട് സീരീസിലുള്ള തകർപ്പൻ BGMs എല്ലാം ഈ പടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആട് മൂവിയുടെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ ഈ പടത്തിൽ ആട് 1 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു, ആട് 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു സാത്താൻ സേവിയറിന്റെ ഇൻട്രോ. അത് സണ്ണി വെയിൻ, ഒബ്വിയസ്ലി സണ്ണി വെയിൻ ആ ക്യാരക്ടർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2 കാലഘട്ടത്തിലുള്ള ക്യാരക്ടറും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സാത്താൻ സേവിയർ എന്ന ആ ക്യാരക്ടറിന്റെ ഇൻട്രോ അത് ആട് 1 ശരി, ആട് 3 ശരി, അത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ലോലൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആട് 1 വരുമ്പം ലോലൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആ ലോലൻ ആയിരുന്നില്ല ആട് 2 എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ മീൻ സെയിം ആക്ടറാണ് ഒബ്വിയസ്ലി, പക്ഷെ ക്യാരക്ടറിന് എവിടെയോ ശകലം മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ആട് 2 വന്നപ്പോൾ ലോലൻ മീശയൊക്കെ പിരിച്ച് താടിയൊക്കെ വളർത്തി കുറച്ചും കൂടെ ബോൾഡ് ആയി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ആട് 3 വന്നപ്പോൾ അവർ വീണ്ടും ആ പഴയ ലോലനെ ആ ലോലന്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചായിട്ട് എനിക്ക് തോന്നുന്നു, വീണ്ടും ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ഈ പടത്തിന്റെ ഒരു നറേഷൻ പാറ്റേൺ ഉണ്ടല്ലോ, ആട് സീരീസിന്റെ ഒരു നറേഷൻ പാറ്റേൺ ഉണ്ടല്ലോ. ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക, അവരുടെ ഒരു സ്റ്റോറി ആർക്കിലേക്ക് അതിനെ കണക്ട് ചെയ്യുക, ലാസ്റ്റ് ഒരു ജഗബൊഗ ക്ലൈമാക്സ്, ഇതെല്ലാം ഈ പടത്തിലും ഉണ്ട്. അത് അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ടൈം ട്രാവൽ അതിനെ ഗംഭീരമാക്കുകയും ചെയ്തു. സോ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഗംഭീര പടമാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ അബൌട്ട് ദിസ് മൂവി. സോ പ്ലീസ് വാച്ച് ഇറ്റ്.